നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ വിലയിൽ വീണ്ടും മുന്നേറ്റം. വിദേശ വില 300 കടന്നേക്കും. റബ്ബർ വിദേശ വില കിലോയ്ക്ക് 300 രൂപയിലേക്ക് അടുക്കുന്നതിന് പിന്നാലെ ആഭ്യന്തര വിലയിലും ഗണ്യമായ കയറ്റം. രണ്ടാഴ്ചത്തെ നേരിയ മാന്ദ്യത്തിന് ശേഷം ആഭ്യന്തര വില RSS 4 ഗ്രേഡിന് 262 രൂപയിലേക്കും ഗ്രേഡ് 3-ന് 259 രൂപയിലേക്കും ഉയർന്നു. ഡീലർമാരിൽ നിന്നും 265 രൂപയ്ക്ക് ഇന്നലെ ടയർ കമ്പനികൾ ഷീറ്റ് വാങ്ങി. ബാങ്കോക്ക് വിദേശ വില കിലോയ്ക്ക് 292 രൂപയിലെത്തി. റബ്ബർ ഉപഭോഗ വർധനവും ലഭ്യത കുറവുമാണ് വില മെച്ചത്തിന് അടിസ്ഥാന കാരണം. എല്ലാ ഇനം ടയറുകളുടെയും ഉൽപ്പാദനത്തിൽ മുൻ വർഷത്തേക്കാൾ ശരാശരി 20% വർധനവാണ് ഉണ്ടായത്. വരും മാസങ്ങളിലും റബ്ബർ വില മെച്ചപ്പെടുമെന്നാണ് സൂചന. തായ്ലൻഡ്, ഇന്തോനേഷ്യ ഉൾപ്പെടെ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ മഴ ശക്തമായതും ഉൽപ്പാദനം മെച്ചപ്പെടാത്തതും ആഭ്യന്തര വിപണിക്ക് വില നേട്ടമായി. നിലവിൽ ആഭ്യന്തര ഉൽപ്പാദനം 8 ലക്ഷവും ഉപഭോഗം 14.5 ലക്ഷം ടണ്ണുമാണ്. ഇതിൽ തന്നെ 40% ലാറ്റക്സ് വിൽപ്പനയായതിനാൽ ഷീറ്റിന് കടുത്ത ക്ഷാമമുണ്ട്. വിപണിയിലേക്ക് കാര്യമായ റബ്ബർ വരുന്നുമില്ല. റബ്ബർ ബോർഡ് കണക്കിൽ ഉൾപ്പെടാതെ വ്യവസായികൾ പോയ വർഷം 3.5 ലക്ഷം ടൺ കോമ്പൗണ്ട് റബ്ബർ ഇറക്കുമതി ചെയ്തത് കൂടി കണക്കാക്കിയാൽ വാർഷിക ഉപഭോഗം 18 ലക്ഷം ടണ്ണിലെത്തി. 5% തീരുവ അടച്ചും പൂർണ്ണമായി തീരുവ ഇളവിലും വ്യവസായികൾ കോമ്പൗണ്ട് റബ്ബർ ഇറക്കുമതി തുടങ്ങിയത് 5 വർഷം മുൻപാണ്. വാണിജ്യ മന്ത്രാലയം കോമ്പൗണ്ട് റബ്ബർ തീരുവ ഷീറ്റ് റബ്ബറിൻ്റേതുപോലെ 25% ഉയർത്തിയാൽ റബ്ബർ ഷീറ്റിന് കുറഞ്ഞത് 300 രൂപ സ്ഥിരവില ലഭിക്കും. ചൈനയിൽ ഉൾപ്പെടെ റബ്ബർ വ്യവസായം ഉണർന്ന സാഹചര്യത്തിൽ റബ്ബർ വില ഉടനെ കുറയാനിടയില്ല. ഇന്ത്യയിൽ നിന്നുള്ള ടയർ കയറ്റുമതിയിലെ വർധനവും നേട്ടമാണ്. കേരളത്തിൽ 30% തോട്ടങ്ങൾ മാത്രമാണ് മഴ മറയിട്ട് ടാപ്പിംഗ് പുനരാരംഭിച്ചിരിക്കുന്നത്. ഒരു വിഭാഗം കർഷകർ ഓഗസ്റ്റിലാണ് ടാപ്പിംഗ് തുടങ്ങുന്നത്. ടാപ്പിംഗ് തൊഴിലാളികളുടെ ലഭ്യത ഓരോ വർഷവും കുറയുന്നത് കൃഷിയിൽ ആശങ്ക ഉളവാക്കുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വരവ് കുറഞ്ഞതും കാർഷിക വ്യവസായ മേഖലകളിൽ മാന്ദ്യമുണ്ടാക്കി. റബ്ബർ ഗോഡൌണുകളിലും തൊഴിലുറപ്പുകാർ. റബ്ബർ ചെറുകിട വ്യവസായശാലകളിലും ഗോഡൌണുകളിലും തൊഴിലുറപ്പ് തൊഴിലാളി വനിതകളെ നിയമിച്ചു തുടങ്ങി. പൂപ്പൽ ബാധിച്ച ഷീറ്റ് കഴുകുന്നതും ബണ്ടിലാക്കി പോളിത്തീൻ കവറിലാക്കുന്നത് ഉൾപ്പെടെയുള്ള ജോലികളാണ് വനിതകൾ ചെയ്യുന്നത്. 600 രൂപ ദിവസ ശമ്പളത്തിലാണ് എടുക്കുന്നത്. വോട്ട് ചെയ്യാൻ പോയ ബംഗാൾ, ആസാം തൊഴിലാളികളേറെയും മടങ്ങി വരാത്തത് റബ്ബർ മേഖലയിലും പ്രതിസന്ധി ഉളവാക്കി. ബംഗാളിൽ പൗരത്വ പ്രശ്നത്താൽ കേരളത്തിലേക്ക് മടങ്ങുന്നില്ല. മാത്രവുമല്ല, അവിടെ കൃഷി ഇറക്കുന്ന സീസണുമാണ്. ആസാമിൽ റബ്ബർ കൃഷി വ്യാപനം വന്നതോടെ സ്വന്തമായി റബ്ബർ വളർത്താനുള്ള തീരുമാനത്തിൽ കേരളത്തിലേക്ക് വരാൻ താൽപ്പര്യപ്പെടുന്നില്ല. ആസാം ഉൾപ്പെടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റബ്ബർ തൈയും വളവും പുകപ്പരയും പണിയായുധങ്ങളും ഇതര ചെലവുകളും ടയർ കമ്പനികളുടെ കൂട്ടായ്മയായ ആൽമ നൽകും. അപ്പോൾ റബ്ബറിനിപ്പോൾ വൻ ഡിമാൻഡാണ്. ഇന്നും വില വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.